ഹായ് ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മീൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്കൊരു മീൻ വാങ്ങാൻ പോകണം. ആദ്യം നമുക്ക് ചന്തയിൽ പോയി ഒരു മീൻ വാങ്ങാം. അപ്പോൾ അതിനുശേഷം കാണാം. ഓക്കെ ഗൈസ്, നമ്മൾ വണ്ടി പോവുകയാണ്. നമ്മൾ പോത്തങ്കോട് ചന്തയിലാണ് പോകുന്നത്. ഞായറാഴ്ചകളിൽ മീൻ കാണുമെന്ന് അറിയില്ല. നമ്മൾ എന്തുകൊണ്ടാണ് പോകുന്നത്? ഞായറാഴ്ച സാധാരണ മീൻ കുറവാണ്. പോയി നോക്കാം, ഏതെങ്കിലും കിട്ടുമോ നോക്കാം. ഗൈസ്, നമ്മൾ പോത്തങ്കോട് ചന്ത എത്തിയിരിക്കുന്നു. ഗൈസ്, നമ്മൾ ചൂര വാങ്ങാൻ വന്നത്. മീനുണ്ടാന്ന് നോക്കാം. ചന്ത എത്തി. നല്ല വെയിലും നമ്മളെ പോത്തങ്കോട് ചന്ത. നമ്മളെ പോത്തങ്കോട് ചന്ത. പേരെന്തിനൊന്ന് കപൂർന്ന് പേരൊന്ന് കപൂർന്നൊന്ന് ആദ്യം പൊക്കോളി പൊക്കോളി अक्कल कपूर कपूर का दोस्त है. നമ്മൾ മീനൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങി. നല്ല തിരക്കുണ്ട് ചന്തയിൽ. അപ്പോൾ നമ്മൾ മീനൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങി. ഇനി നേരെ വീട്ടിലോട്ട് പോയി മീൻ കറി ഉണ്ടാക്കണത് കാണാം. ഓക്കെ ബൈ. അപ്പോൾ ഗൈസ്, നമുക്ക് മീൻ കറി വയ്ക്കാനുള്ള കറിവേപ്പില പറിക്കാം. കറിവേപ്പില പറിച്ചിട്ടുണ്ട്. നമുക്കിനി മുളക് എടുക്കാം. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള ഉണ്ടായത് തന്നെ കേട്ടോ. മുളക് 3 മുളക് എടുത്തിട്ടുണ്ട്. കറിവേപ്പില എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി കട്ട് ചെയ്യണ ഗൈസ്. അടുത്ത് തക്കാളി. പുറത്താണ് നമ്മൾ കറി വയ്ക്കുന്നത്. ആദ്യം നമ്മൾ അടുപ്പ് കത്തിച്ചു. ഇനി ചട്ടി വെക്കണം. കുസേ, ചട്ടി എടുത്തോണ്ടോ? ഉണ്ടോ? കുസ് ചട്ടി കൊണ്ടുവന്നു ഗൈസ്. നമുക്ക് അടുപ്പിൽ ചട്ടി വയ്ക്കാം. നമ്മൾ ലവ് ബേഡ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. കോഴിക്കുഞ്ഞിനെ കാണിച്ചു കൊടുക്ക്. അടുത്തോട്ട് പോയി കാണിച്ചു കൊടുക്കും. അടക്കൂല കോഴിക്കുഞ്ഞുങ്ങൾ അല്ലേ? ചട്ടി ചൂടായിക്കൊണ്ടിരിക്കണേ. ഇവിടെ തോടൊക്കെ അതുപോലെ കിടപ്പുണ്ട്. ആര് ക്ലീൻ ചെയ്ത്? ഞാൻ തന്നെ. വെരി ബാഡ്. 2 മുറിക്കാൻ കൂടെ ആണോ? ആയിരുന്നു കുഴപ്പമില്ല. നമുക്ക് അരയ്ക്കാനുള്ളതാണ്. വെളിച്ചെണ്ണ ഒഴിക്കണ്ടേ? ഒഴിക്കാം. ഓക്കെ. വളരെ സിമ്പിളായിട്ടുള്ളൊരു മീൻ കറിയാണ്. ഒരുത്ത വീണ്ടും സ്ട്രോബെറി എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇത് പിടിച്ചു വാങ്ങിച്ച അവിടെ വച്ചതാണ്. അവിടെ വൈടാ, അവിടെ വച്ചില്ലെങ്കിൽ പിന്നെ തരത്തില്ല. അവിടെ വയ്ക്കുക. തണുപ്പ് മാറട്ടെ, എന്നിട്ട് നിനക്ക് തന്നെ കഴിക്കാം. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം ഗൈസ്. വെളിച്ചെണ്ണയിൽ തന്നെ വയ്ക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇച്ചിരി കൂടുതൽ തീ കത്ത തന്നെ. നമുക്കതിൽ അല്ലേ ഇഞ്ചി, വെളുത്തുള്ളി, കുഞ്ഞുള്ളി, സവാള ഇതെങ്ങനെ വേണോ കട്ട് ചെയ്യുക. എന്തായാലും നമ്മൾ മിക്സിയിൽ അരയ്ക്കാനുള്ളതാണ്. അപ്പം എങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഭയങ്കര അലിമ്പായിട്ട് വരികയാണ്. മഹാകുസ്തിയാണ്. മെനിയാന്ന് കോഴിക്കുഞ്ഞിനെ 3 എണ്ണത്തിനെ എടുത്ത് സർഫിൽ മുക്കി ഗൈസ്. നമ്മൾ ചോദിച്ചപ്പോൾ കുളിപ്പിച്ചെന്നാണ് പറഞ്ഞത്. അതിനിപ്പോൾ തന്നെ കുളമാക്കി കഴിക്കും. സ്ട്രോബെറി മിക്കവാറും കുളമാക്കും. നമ്മൾ ചക്ക ഇവിടെ ഉണ്ട് ഗൈസ്. ചക്ക വെക്കണ ചക്ക
ഇതൊക്കെ നമ്മൾ കൃഷി ചെയ്ത സാധനങ്ങളാണ്. അച്ഛൻ കൊല ചൂടായോ? ഇളക്കണ്ടേ? നമുക്കിത് മിക്സ് ചെയ്യാം. ഒരുപാടൊന്നും വഴകണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഇന്ന് നമ്മൾ മീൻ കറിയും ചോറും ചീരത്തോരൻ. ഇരുന്ന് ചെയ്യാൻ പറ്റൂല കേട്ടോ. സത്യത്തിൽ ഇത് ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ഇട്ട് വഴറ്റിയിട്ടാണ് സവാളയും കുഞ്ഞുള്ളി ഇടാനുള്ളത്. പക്ഷെ ഇത് മിക്സ് ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് ഒരുമിച്ചിട്ടൂന്നേ ഉള്ളൂ. ഞാനാണ് ഗൈസ് മിക്സ് ചെയ്തത്. ചൂടായിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് എടുക്കാൻ സമയമായെന്ന് തോന്നുന്നു. ഇല്ലേ? ഇതിൽ പൊടികൾ ഇടാനുണ്ട്. നമ്മളൊരു കോട്ടയം സ്റ്റൈൽ മീൻ കറിയാണ് വയ്ക്കുന്നത്. തേങ്ങ ഒന്നും അരയ്ക്കുന്നില്ല, ട്രിവാൻഡ്രം സ്റ്റൈലല്ല കേട്ടോ. തേങ്ങ അരയ്ക്കാതെ നമ്മൾ നല്ല കുടംപുളി ഇട്ട് വെച്ച മീൻ കറിയാണേ. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി, സോറി, മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഓക്കെ, കുറച്ച് മതി. അടുത്തതായി മുളക് പൊടി. കാശ്മീരി മുളക് പൊടിയാണ് ഇത്ര മതിയോ? ഇട്ടോ, കളർ അനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇട്ടോ, നല്ല കളർ കിട്ടും. 2-3 സ്പൂൺ ഇട്ടോ. ഇല്ല ഇല്ല, ഇത് കാശ്മീരി, ഇതില്ല, എരിവില്ല. മുളക് പൊടി ഇട്ടിട്ടുണ്ട്. വേണമെന്നുള്ളവർ മറ്റേ എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ ഇട്ടോ. ഇനി എരിവ് അധികം വേണ്ടാത്തതുകൊണ്ടാണ്, ഇക്കുവിനും കൂടെ കൊടുക്കാനുള്ളത് കൊണ്ടാണ് നമ്മൾ തക്കാളി വന്നിട്ടുണ്ട്. അയ്യോ, തക്കാളി മാക്സിമം ഉണ്ട്. കാരണം തക്കാളിയിലാണ് നമ്മുടെ ഈ കറിയുടെ ഗ്രേവിയുടെ കൊഴുപ്പ്. ഒരു കട്ടിയുള്ള ഗ്രേവി വേണമെങ്കിൽ നമുക്ക് തക്കാളി വേണം. ഇക്കു രാവിലെ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ വണ്ടി എടുത്തോണ്ട് കറക്കമാണ്. മെയിനായിട്ട് എങ്ങനെ കോഴിയെ കൊല്ലാം. ഈ കോഴിക്ക് എല്ലാം സംഭവിച്ച എന്റെ മെയിൻ ഉത്തരവാദി ഇക്കുവാണ്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. മിനിയാന്ന് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് സർഫിലൊക്കെ മുക്കി കഴുകി ഇട്ടിട്ടുണ്ട്. കോഴിയെ പിടിച്ചാണ് എന്റെ ഫ്രണ്ട് നിന്ന് തന്നെ രഹസ്യം പറയുന്നു. അതല്ലേ പറഞ്ഞ ഇങ്ങോട്ട് വരണ്ടാന്ന്. നമുക്ക് മതി, ഈ ഒരു പരുവം മതിയാവും. നമുക്ക് മാറ്റി വെക്കാം, ഇത് മാറ്റാം. നമുക്ക് തണുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് അരയ്ക്കണം. ഓക്കെ, നമ്മൾ ഇനി നമ്മുടെ സ്വന്തം ചീര എടുക്കാൻ പോവാണേ. നമുക്ക് ചീര കട്ട് ചെയ്യാം ഗൈസ്. ഞാൻ തന്നെ സ്വന്തമായി നട്ട് സ്വന്തം കൃഷിയാണ്. ഇവിടെ ഫുള്ള് ചേട്ടന്റെ കൃഷിയാണ്. സ്ട്രോബെറി നശിച്ചു പോയി. പോയോ? എന്തൊക്കെ മൂട് അഴുകിയതാണ്. ഇല്ലടി, ചീര കട്ടിയല്ലേ? ആവശ്യത്തിന് മതി. എനിക്കതിന് മുറ്റി പോയില്ലേ? ഇനി ഒരുപാട് നിർത്തിയിരുന്ന കൊള്ളൂല്ല. വെയിലിക്കോ ചൂരക്കറിയുടെ കൂടെ ചീരത്തോരൻ നല്ല കോമ്പിനേഷൻ ആയിരുന്നു. കുറച്ച് കപ്പയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. വലിയ തണ്ടല്ലേ, നല്ല നാടൻ ചീര, വിഷമൊന്നും അടിക്കാത്ത നല്ല ഫ്രഷ്. മുളകുണ്ട്, മീനിൽ ഇതിടും. ഇത് മുളക്, പിന്നെ ഇവിടെ കുറച്ചുണ്ട്. ഇവിടെ പുതിന ഇലയുണ്ട്. പിന്നെ ഇത് റോസ്മേരിയാണ്. ഇത് റോസ്മേരി. ഇത് നമ്മുടെ സാമ്പാർ മുളക്. ഇത് സാമ്പാർ മുളകാണ് ഗൈസ്. അവരയിലുണ്ട്. മരിച്ചിനി കുറച്ച് നട്ടിട്ടുണ്ട്. പിന്നെ അമ്പഴങ്ങയുണ്ട്. അമ്പഴങ്ങ ഇങ്ങനെ കട്ട് ചെയ്തു.
എടുത്തല്ലേ? അവിടുത്തെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ വേണ്ടി കട്ട് ചെയ്തായിരുന്നു. ഇനി കുറച്ച് ചെറുതായിട്ടായ നിൽപ്പുണ്ട്. പിന്നെ നമ്മൾ ഇതൊരു ടൈപ്പ് നെല്ലിയാണ്. ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് പറയുന്നത്. നമ്മൾ പറയുന്ന മുളക് നെല്ലി എന്ന് പറയും. പിന്നെ ഇത് പടവലമാണ്. അത് കായ അവിടെ ഉണ്ട്. ഞാൻ കൂടിട്ട് നിർത്തിയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ പടരുന്നത് കോവലാണ്, കോവയ്ക്ക. ഇത് നമ്മുടെ അവക്കാഡോ. ഞാൻ ലുലുവിന് വാങ്ങിയതാണ്. ചെടിയല്ല വാങ്ങിയത്, കാവ വാങ്ങി നമ്മൾ ഇതിന്റെ കുരു നട്ടതാണ്. കുരു നട്ടതാണ് ഇങ്ങനെ പിടിച്ചത്. ഇത് പക്ഷെ അത് കായ്ക്കൂ. അറിഞ്ഞു. ഇതിന്റെ പേരെന്തോന്ന് മറന്നുപോയി. ലോഗൻ ഫ്രൂട്ട്. നമ്മള് ചീര കഴുകുകയാണ്. അവിടെ തട്ടാതെ കഴുകും, പായൽ പിടിച്ചിരിക്കും. അതിനിടയ്ക്ക് തയ്ക്കു കൈ മുറിച്ചിട്ടുണ്ടേ. കത്തി എടുത്ത് കളിക്കരുതെന്ന് പറഞ്ഞാൽ കേക്കേ ഇല്ല. ചേട്ടൻ്റെ പിടിച്ച് വാങ്ങിയ കത്തിയാണ്. സ്വന്തമായിട്ട് മുറിച്ചോണ്ട് പ്രശ്നമൊന്നുമില്ല. പ്രശ്നം കരയൊന്നുമില്ല കേട്ടാ. മക്കളങ്ങനെ അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഊതിയാറ്റി ആ സൈഡിൽ പോയിരിക്കേ കേട്ടാ. ഇനി കത്തി എടുക്കുമ്പോൾ മുറിയൊന്ന് മനസ്സിലായല്ലോ. മനസ്സിലായില്ലേ? ആ മൂടാൻ തന്നെ ഉണ്ട്. കുറച്ച് നേരം അങ്ങ് പോകും. കുറെയൊക്കെ പിള്ളേർക്ക് അനുഭവത്തിലൂടെ പഠിക്കാൻ പറ്റും. വേദനയുണ്ടാ? അമ്മ പറഞ്ഞിട്ടില്ലേ കത്തി എടുത്ത് കളിക്കരുതെന്ന്? പറഞ്ഞിട്ടുണ്ടാ? കോഴിക്കുഞ്ഞിനെ സർഫിൽ മുക്കിയതിനു ശേഷം ചെറിയൊരു വയ്യായ്മയുണ്ട് കോഴിക്ക്. പനി പിടിച്ചെന്നാണ് തോന്നുന്നത് കോഴിക്ക്. കാരണം അവൻ നല്ലതുപോലെ സർഫിൽ മുക്കി കഴുകിയിട്ട് പിഴിഞ്ഞാണ് കേസ് എടുത്തത്. പിഴിഞ്ഞല്ലേ? പിഴിഞ്ഞ് വെള്ളം പോകാൻ വേണ്ടി ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് പ്രസ് ചെയ്തു. തീരുമാനമാകുമെന്ന് വിചാരിച്ചു. ഇക്കുവിന് കോഴിയെ കാണുമ്പോ ഒരു പ്രത്യേക തരം കുളിരാണ്. കണ്ട പിടിക്കുന്നുണ്ടാ? ഓരോന്നായിട്ട് എടുത്തോണ്ടോ? അത് തോന്നിയ പിടിച്ചാൽ എറിയക്കണ്ടാ. ഓരോന്നായിട്ട് എടുക്ക്. എവിടെയാണ് പിടിക്കുന്നതൊന്നുമില്ല, തോന്നുന്ന സ്ഥലത്ത് പിടിക്കും, എറിയും. ഉണ്ടോ? ഇതിനുള്ള മരുന്നാണിത്. അയ്യേ കോഴി അപ്പിട്ടു. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. അയ്യേ രണ്ടേരും പിടിയാ. അയ്യേ എനിക്ക് ഗൈസ്, പുള്ളിക്കാരൻ അങ്ങനെ ഇങ്ങനെയൊന്നും ലുങ്കി ഉടുക്കാത്തതാണെന്ന് പതിവില്ലാതെ ഉടുത്തപ്പോഴേ തോന്നി. നീ പറ്റുമെങ്കിൽ പിടിയടേ. ഇക്കുവിന്റെ പുറത്തേ ആവുള്ളൂ. അവൻ പ്രസ് ചെയ്യുന്നോണ്ടാണ് അത് വേദനിച്ചൊക്കെ. അതിന് കൊടുത്ത് അതല്ലടാ ഇപ്പൊ അപ്പി ഇട്ടത്. മറ്റേ പിടി. ഓ ഇനി ആ ഒരു കൈ മുറിഞ്ഞോണ്ട് അവന് ആ കൈ ഒന്നിനും ഉപയോഗിക്കില്ല. അതിന് അങ്ങനെ വെച്ചേ. നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നോ? ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ? നിന്റെ കുടുംബത്ത് കയറി വന്നോ? ഇങ്ങനെ പിടി. കോഴി ജീവനം കൊണ്ട് ഓടും ഇവനെ കാണുമ്പോ. എല്ലാത്തിനും ആയാ ഇപ്പൊ കൈ കഴുകേ. കൈ കഴുക്, ഓടിപ്പോ. നമുക്ക് ഓൾറെഡി കുറച്ച് വലിയ കോഴികളുണ്ട്. ഇക്കുവിന് കളിക്കാൻ വേണ്ടി വാങ്ങിയ കോഴികൾ. അതുകൊണ്ട് അതിനധികം ആയുസ് കാണത്തില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. നമ്മളിനി ഈ ഒരു കൂട്ട് ജാറിലിട്ട് അരച്ചെടുക്കണം. ഒന്ന് അരയ്ക്കാം. ഒന്ന് തണുത്തിട്ടുണ്ട്. തണുത്തിട്ടേ മിക്സിയിലിട്ട് അടിക്കാവൂ, അല്ലെങ്കിൽ മിക്സി കേടാവും. ഈ ടൊമാറ്റോ നമ്മൾ ലാസ്റ്റ് ഇട്ടത് കൊണ്ട് ഇച്ചിരി ഒന്ന് കുറവുണ്ട്. എന്നാലും കുറച്ചും കൂടെ
വാടിയാലും കുഴപ്പമില്ല. ഇക്ക് കൈ കഴുകിക്കോ. ഇക്ക് മുളകി പിടിച്ചിട്ടുണ്ടേ. കുഴപ്പമില്ല. അത് ഇനി അടുത്ത് കണ്ണിൽ വെച്ച് ഉടുപ്പി തേക്കുന്നുണ്ട്. ഇക്കുന്റെ ഒരു ബാഡ് സ്വഭാവമാണ്. എന്നിട്ട് സ്കൂളിലെ ടീച്ചർ കാണുന്നുണ്ടെങ്കിൽ ഇനി വഴക്ക് കൊടുക്കണേ. പയ്യനാണ് പയ്യൻ. എന്ത് കിട്ടിയാലും ഇക്കുന്റെ ശ്രീലക്ഷ്മി ടീച്ചർ കാണണമെങ്കിൽ ഇക്കുനൊരു വഴക്ക് കൊടുക്കണം. നമ്മൾ ഫുള്ള് തട്ടിയിട്ടുണ്ടേ. നമുക്ക് അരച്ചെടുക്കാം. ഓക്കെ. നമ്മളെ മിക്സ് തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം. നല്ല അരഞ്ഞ് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ബാക്കി പരിപാടിയിലോട്ട് പോവാം. നമ്മൾ വീണ്ടും ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ. എണ്ണ ഒഴിക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. എണ്ണ അത്യാവശ്യം വേണേ. കുറച്ചുകൂടെ കൊളസ്ട്രോൾ ഉള്ളവർ കുറച്ച് ഒഴിച്ചാൽ മതി. മതി. ഇതിൽ ഉലുവയാണ്, നമ്മൾ പച്ച ഉലുവയാണ് ഇടാനുള്ളത്. പക്ഷെ പച്ച ഉലുവ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പൊടിച്ച ഉലുവയാണ് ഇടുന്നത്. കുറച്ചിട്ടാൽ മതി. ആ, ഒരു സ്പൂൺ വേണോ? പച്ച ഉലുവ ഉള്ളവർ പച്ച ഉലുവ ഇട്ടാൽ മതി. ഒരു സ്പൂൺ ഇട്ടോ? ആ, ഇട്ടോ. ഓക്കെ, മതിയാവും. കുറച്ചുകൂടെ വേണമെങ്കിൽ ഇട്ടത് കരിയും. ഓക്കെ. ഇതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളക് ഇടുകയാണ്. കരിഞ്ഞു പോകാൻ നോക്കണത് അടുപ്പിലായതുകൊണ്ട്. മതിയാവോ? യെസ്. കറിവേപ്പില നമുക്ക് ലാസ്റ്റ് വീണ്ടും ഇടണം. ഇപ്പം ഇത് മതി. നമ്മൾ എടുത്തു വെച്ചേക്കുന്ന അരപ്പിടാം. ഇതിലിപ്പോൾ വെള്ളമൊന്നും ഒഴിക്കരുത്. വെള്ളം പിന്നീട് ഒഴിക്കരുത്. അത് കൈ കൊണ്ട് തന്നെ അങ്ങ് വടിച്ചെടുത്ത് ഇടുക. ഇപ്പോൾ വെള്ളം ഒഴിക്കരുത്. ലാസ്റ്റാണ് വെള്ളം ഇത് ഒന്ന് ഇപ്പം അരപ്പൊന്ന് ചൂടാവണം. അതിൻ്റെ വെള്ളം, തക്കാളിയിലൊക്കെ വെള്ളം ഉണ്ടല്ലോ, അതൊന്ന് വറ്റണം. ഇളക്കി കൊടുക്കണം. കൊടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ കൂട്ടത്തിൽ ചേർക്കുക. അത് എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ്. അത്യാവശ്യം ഒന്ന് ചൂടാവണം. ചൂടായല്ലോ. എന്നിട്ട് ആദ്യം നമ്മൾ ഈ വെള്ളമാണ് ഒഴിക്കാനുള്ളത്. നല്ല പുകയുണ്ട് ഗൈസ്, കണ്ണ് നീറുന്നുണ്ട്. ഇനി ഇതൊന്ന് വറ്റണം. ഈ വെള്ളം ഒരുവിധം ഒന്ന് വറ്റണം. ഒരുവിധം വറ്റിയിട്ടാണ് നമ്മൾ ബാക്കി വെള്ളം ഒഴിക്കുന്നത്. ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പിടാം, അല്ലെങ്കിൽ ലാസ്റ്റ് ഇട്ടാലും മതി. നമ്മളപ്പോൾ ഇത് ഏതാണ്ടൊക്കെ വെള്ളം വറ്റിയിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ആ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കാമേ. ഗ്രേവി കൂടുതലാണോ? ഒരുപാട് മീനുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ തക്കാളിയും സവാളയൊക്കെ കൂട്ട് അതിനനുസരിച്ച് ഉണ്ടാക്കണം. നമ്മുടെ മീൻ എത്രയുണ്ടോ അതിനനുസരിച്ച് കുറച്ച് ഒഴിക്കും. മീൻ മുങ്ങണം. തിളയ്ക്കുമ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അതെ, നമ്മൾ തക്കാളി ഇട്ടിട്ടുള്ളതുകൊണ്ട് നല്ല കുറുവി വരും. നമ്മുടെ തിളച്ച് തിള വന്നിട്ടുണ്ട്. നമുക്കിവിടെ മീൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വലിയ തലയൊക്കെ ഉണ്ട്. നമുക്ക് ആദ്യം തല തന്നെ കൊടുക്കാം. എന്നിട്ട് കുറച്ചായിട്ട് മീൻ ഇട്ടിട്ടുണ്ട്. ഇനി തിളച്ച് ഇതൊന്ന് കുറുകി വരണം. ഒരുപാട് അധികമായിട്ട് ഇളക്കണ്ട. നമ്മളൊരു സാധനം ഇട്ടിട്ടില്ല, ഉപ്പ്. ഈ ഒരു സമയത്ത് ഉപ്പിടാം. അടുത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ലാസ്റ്റ്. ഉപ്പ് ആവശ്യത്തിന് ഞാനിപ്പോൾ ഒരു 2-3 സ്പൂൺ ഇടുന്നുണ്ട്. നമ്മൾ ഇതുവരെ ഉപ്പിട്ടിട്ടില്ല, അതുകൊണ്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ വെളിച്ചെണ്ണ ഒഴിക്കണം. മുകളിൽ വേണം. നമ്മൾ ഓൾറെഡി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് തെളിഞ്ഞ് വരണ്ട. ഇനി എണ്ണയുടെ ആവശ്യമില്ല. തേങ്ങ അരച്ച മീൻകറിയാണെങ്കിൽ ലാസ്റ്റ് മുകളിൽ ചിലർ കടുക് വറുത്ത് ഒഴിക്കുന്നവരുണ്ട്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കറിവേപ്പിലേക്ക് ഇടാം. തിളച്ചിട്ട് വേണമെങ്കിൽ ഇടാം. അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്.
തോന്നുന്നത്. ഇനി നമുക്ക് ചോറിൻ്റെ കൂട്ടി കഴിക്കാം. സെറ്റായല്ലേ? അങ്ങനെ തോന്നുന്നു. കുറച്ച് തന്നെ ഉണ്ടോ നമ്മുടെ ചൂടാണ്. അടിപൊളി. ഈ സിക്കുവിൻ്റെ കാറ് കളക്ഷനാണിത്. ഇതൊന്നും അല്ല, ഒരുപാടുണ്ട്. ഒരു വീഡിയോ ഫുള്ള് ചെയ്യാനുണ്ട് കണ്ടോ. എല്ലാം ഇക്കുവിന് ഭയങ്കര കാറിനോട് ഭയങ്കര ക്രൈസാണ് അല്ലേ ഇക്കു? നമ്മൾ മാങ്ങ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്, മീൻ ഫ്രൈ, പിന്നെ എടുത്തോ മീൻ കറി, ചീരത്തോരൻ എവിടെ? ചീരത്തോരൻ. ഇതാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പൊ നമ്മള് മീൻ കറിയൊക്കെ റെഡിയായി, എല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട്. കഴിക്കാം. സ്പെഷ്യൽ എന്ന് പറയുന്നത് ചീരത്തോരൻ, പിന്നെ മാങ്ങ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്, മീൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് മാങ്ങ അച്ചാറാണ് കേട്ടോ, പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് കേസ്. അപ്പുറത്ത് പോയി മാങ്ങ പറിച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. പിന്നെ ഒരു തലയിൽ ഒരു പകുതി ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട്, ബാക്കി പതി എനിക്കുള്ളതാണ്. നമുക്ക് ടേസ്റ്റ് നോക്കാം. മീൻ കറി ആദ്യം ടേസ്റ്റ് നോക്കാം, കറിയായിട്ട് നോക്കാം. കൊള്ളാം കേട്ടോ, അടിപൊളി. ഫ്രൈയും കൂടെ ടേസ്റ്റ്. നമുക്കൊരു കഷ്ണം സവാള, ഒരു മീൻ ഫ്രൈ, നമ്മുടെ ചൂരക്കറി, കുറച്ച് ചീരത്തോരൻ എല്ലാം കൂടെ വെച്ചിട്ട് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചൂര ചൂര മീനാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. കൊള്ളാമോ എന്ന് പറയണേ. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കാരണം നമുക്ക് വ്യൂവേഴ്സ് ഒക്കെ ഭയങ്കര കുറവാണ്. പിന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളൊക്കെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസ് എല്ലാം. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.